ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഡോക്ടർ മെറിൻ. ഞാൻ ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ദന്ത ഡോക്ടറാണ്. 2022 ഒക്ടോബർ 2-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പായി 2018 എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ആ സമയത്ത് ഞാൻ ഫൈനൽ ഇയർ MDSന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു എൻ്റെ ഫൈനൽ ഇയർ എക്സാമിൻ്റെ കാര്യം. ഞാൻ ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയായിരുന്നു. എക്സാമിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. തീസിസ്, റെക്കോർഡുകൾ, അതുപോലെ തന്നെ പേഷ്യൻ്റ് കേസുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ പഠിക്കുമെങ്കിലും പ്രാക്ടിക്കലിന് എത്ര വലിയ സ്കിൽ എനിക്കില്ലായിരുന്നു. കുറേ കാര്യങ്ങളിലൊക്കെ സ്ലോ ആയിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഞാൻ അമ്മയെപ്പോലെ തന്നെ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതം നയിക്കാൻ ആ സമയത്ത് ശ്രമിച്ചിരുന്നു. അതായത് ദൈവവചന വായന, ശുദ്ധ കുർബാന, കുമ്പസാരം, ഉപവാസം, ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ സമയമില്ലാതിരുന്നപ്പോൾ പോലും ഇത് ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ പഠിക്കേണ്ട സമയങ്ങളിൽ പരിപൂർണമായിട്ടും കർത്താവിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ദൈവവചനം വായിക്കാനും കുർബാന ഒരിക്കൽ പോലും മുടങ്ങാതെ കുർബാന കാണുവാനും ശ്രമിച്ചിരുന്നു. ഇതിൻ്റെ ഫലമായി അമ്മയുടെ ഉടമ്പടി സമയങ്ങളിൽ തന്നെ ഒരു രാത്രിയിൽ അമ്മ മാതാവ് എൻ്റെ അടുക്കൽ വരികയുണ്ടായി. അമ്മയുടെ സാന്നിധ്യം എന്നെ അറിയിച്ച് എന്നെ ശക്തിപ്പെടുത്തി. അതിനുശേഷം എനിക്ക് വളരെ ഒരു ആത്മബലം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം നടന്ന പരീക്ഷയിൽ, ഫൈനൽ ഇയർ MDS പരീക്ഷയിൽ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ പ്രിപ്പറേഷന് കിട്ടിയിരുന്നുള്ളൂ. വെറും 10 ദിവസമാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരുപാട് റെക്കോർഡുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പേഷ്യൻസിനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ആ പേഷ്യൻസിന് നമുക്ക് വെറുതെ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ പേഷ്യൻറ്റിന് ഇന്ന രീതിയിലുള്ള കേടായിരിക്കണം, അതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, അതെല്ലാം ഉണ്ടായിരിക്കണം. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിനെ ഞാൻ ചെയ്താൽ ശരിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കേസായിരുന്നു. അവർ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം. അതായത് നമുക്ക് 2 ദിവസം തിയറി എക്സാം ഉണ്ട്, പ്രാക്ടിക്കലുണ്ട്, വൈവ ഉണ്ട്. ഈ പ്രാക്ടിക്കൽ എക്സാം 2 ദിവസമാണ്. ഈ 2 ദിവസത്തിൽ നമ്മൾ 3 പേഷ്യൻസിനെ അവർ പറയുന്ന സമയത്തിനുള്ളിൽ, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന എക്സാമിനേഴ്സാണ്, പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്ത് കാണിക്കണം. ഞാൻ ഒരു 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. ഞാൻ ഇംഗ്ലീഷിന് അത്ര വലിയ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. വൈവയാണെങ്കിലും എനിക്കത്ര ഫ്ലുവൻ്റായിട്ട് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ശരണം കർത്താവ് മാത്രമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലും പരിശുദ്ധ ദൈവമാതാവിലും ഉറച്ച് വിശ്വസിച്ചുകൊണ്ടായിരുന്നു ഞാൻ എക്സാമിന് പോയിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ അമ്മ എനിക്കൊരു കാശുരൂപം തന്നിരുന്നു. ആ കാശുരൂപം അന്ന് മുതൽ ഞാൻ എൻ്റെ കഴുത്തിൽ ധരിച്ചിരുന്നു. പരീക്ഷാ സമയത്ത് എനിക്ക് കിട്ടിയ പേഷ്യൻറ്റിനെ കൊണ്ട് ഞാൻ പോയി. പക്ഷേ ആ പേഷ്യൻറ്റിനെ ചെയ്തിരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ പേഷ്യൻറ്റിനെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ പെട്ടെന്ന് എക്സാമിനർ പറഞ്ഞു, ഈ പേഷ്യൻറ്റിനെ ചെയ്യാൻ പറ്റില്ല, വേറെ പേഷ്യൻറ്റിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവിടെ നിന്നു. വെറും 5 മിനിറ്റിനുള്ളിൽ എനിക്ക് വേഗം തന്നെ ഒരു പേഷ്യൻറ്റിനെ ലഭിക്കുകയുണ്ടായി. ആ പേഷ്യൻറ്റ് വളരെ ഒരു യങ് ആയിട്ടുള്ള പേഷ്യൻ്റ്, അതായത് യങ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. റൂട്ട് കനാൽ ഞാൻ റൂട്ട് കനാൽ സ്പെഷ്യാലിറ്റിയാണ് ചെയ്തിരുന്നത്. അവർ പറയുന്ന സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അതായത് എനിക്ക് ആ പേഷ്യൻറ്റിനെ, അതായത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പേഷ്യൻറ്റിനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വളരെ ബുദ്ധിമുട്ടി പോകുമായിരുന്നെന്ന് എൻ്റെ അമ്മ മാതാവിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു പേഷ്യൻറ്റിനെ തന്ന് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കാനും, അതുപോലെ തന്നെ വൈവയ്ക്ക് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. എങ്കിലും ഉള്ളതുപോലെയൊക്കെ തന്നെ പഠിച്ച് പരീക്ഷ എഴുതി. പക്ഷേ പരീക്ഷ എഴുതിയെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. അതായത് 2019 ആരോഗ്യ സർവകലാശാലയിൽ എനിക്ക് റൂട്ട് കനാൽ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ 3ാം റാങ്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു. അതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ അതിനുശേഷം ഞാൻ 2022 മുതൽ ഉടമ്പടി ജീവിതത്തിലാണ്. ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കാരുണ്യ പ്രവൃത്തി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വളരെയധികം ഞാൻ നേരത്തെയൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും കാരുണ്യ പ്രവൃത്തികളൊന്നും അത്ര ചെയ്യുകയില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, പത്രമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
പക്ഷെ അതിനുശേഷം ഓരോ ഉടമ്പടിയിലും ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മ എനിക്ക് ഉടമ്പടി നന്നായിട്ടൊന്ന് ചെയ്യാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യാനും അതുപോലെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിരുന്ന് അവരോട് സംസാരിക്കാനും ഒക്കെ ഞാനിത് സമയം കണ്ടെത്തി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പത്രം കൊടുക്കാൻ ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വളരെ ബുദ്ധിമുട്ടി അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് പത്രം കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും ഉടമ്പടിയിൽ തന്നെയാണ്, ഉടമ്പടി ജീവിതത്തിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യസാധ്യത്തിനുള്ള ഒരു കാര്യത്തിലുപരി ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ദൈവസ്നേഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളെയും കൂടെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള ഒരു വലിയൊരു യാത്രയാണ് ഈ ഉടമ്പടി. നമ്മുടെ കാര്യങ്ങൾ സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും അമ്മ മാതാവിനോട് ചേർന്നുകൊണ്ട് നമുക്ക് നിത്യജീവിതത്തിലേക്കുള്ളൊരു യാത്രയായി ഈ ഉടമ്പടിയിൽ മുന്നേറാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഈ അൾത്താരയിൽ കയറി നിൽക്കാനുള്ള കൃപ നൽകിയെന്ന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 27:14 കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഡോക്ടർ മെറിൻ ജോസഫ് തൻ്റെ MDS പഠനം പൂർത്തീകരിക്കുന്ന നാളുകളിൽ അമ്മയുടെ ഉടമ്പടിയിൽ ചേർന്ന് നിന്നുകൊണ്ട് ജീവിച്ചതും ആ ഉടമ്പടി പ്രകാരം ലഭിച്ച സവിശേഷമായ സംരക്ഷണത്തെയും മികച്ച വിജയത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. മകളതിൽ സവിശേഷമായി പറയുന്നത്, മകളുടെ MDSൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ അത് ഒരു രോഗിയെ റൂട്ട് കനാൽ ചെയ്ത് അത് ഇൻവിജിലേറ്ററിനെ കാണിച്ച് സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കേണ്ട ഒരു പരീക്ഷയാണ് മകൾക്ക് പങ്കെടുക്കേണ്ടിയിരുന്നത്. ശരിക്കും ആ ദിവസങ്ങളിൽ മകൾക്ക് അതിന് പറ്റിയൊരു രോഗിയെ കിട്ടുന്നില്ലായിരുന്നു. എങ്കിലും ഒരു പ്രായമുള്ള ഒരു വ്യക്തിയെയാണ് മകൾക്ക് അതിനു വേണ്ടി കിട്ടുന്നത്. ആ രോഗിയുമായി ആ ഓപ്പറേഷന് പോയാൽ അത് അപകടത്തിലാവും, നന്നായി പൂർത്തീകരിക്കുവാൻ ഒരുപക്ഷെ പറ്റില്ല, ഞരമ്പുകളൊന്നും കിട്ടില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുമ്പോഴും മറ്റു രോഗിയില്ലാത്തത് കൊണ്ടാണ് ഈ ആദ്യത്തെ രോഗിയുമായി റൂട്ട് കനാൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ എക്സാമിന് മകൾ കയറുന്നത്. പരിശുദ്ധം എപ്പോഴും നമുക്ക് വേണ്ടി നന്മയായിട്ടുള്ളത് ഒരുക്കി വയ്ക്കും. നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തക്ക സമയത്ത് ജീവിതത്തിൽ ഇടപെട്ട് എന്താണോ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് അതിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, ആ രോഗിയുമായി ഇൻവിജിലേറ്ററിന് മുമ്പിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് OPയിൽ നിന്ന് ഒരു വിളി വരുന്നു. ഒരു ചെറുപ്പമുള്ളൊരു കൊച്ചു വന്നിട്ടുണ്ട്, റൂട്ട് കനാലാണ് വിഷയം, നിനക്ക് വേണമെങ്കിൽ നോക്കാമെന്ന്. അങ്ങനെ ഈ പ്രായാധിക്യമുള്ള ഒരുപക്ഷെ അത് ആ രോഗിയുമായി റൂട്ട് കനാൽ പരീക്ഷയ്ക്ക് പോയാൽ പരാജയപ്പെടുകയോ നന്നായി ചെയ്യാൻ പറ്റാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ ചെറുപ്പമുള്ള ഒരു കുഞ്ഞിനെ, നന്നായി ഞരമ്പുകളൊക്കെ ഉള്ള ഒരു കുട്ടിയെ കിട്ടുകയും അത് വളരെ വേഗത്തിൽ മറ്റ് 2 പേർ മെറിനു മുമ്പേ ആ റൂട്ട് കനാൽ പ്രോസസ്സ് പരീക്ഷയ്ക്ക് തുടങ്ങിയിരുന്നു. ആ 2 പേർ മുൻപേ തുടങ്ങിയെങ്കിൽ കൂടിയും വൈകി കിട്ടിയ കുഞ്ഞുമായി ആ വേഗത്തിൽ റൂട്ട് കനാൽ പ്രോസസ്സിലേക്ക് പോവുകയും ആ 2 പേരേക്കാൾ നേരത്തെ ആ പ്രോസസ്സ് മുഴുവൻ പരീക്ഷ പൂർത്തീകരിച്ചതിനെയാണ് സന്തോഷത്തോടു കൂടി മകൾ സാക്ഷികൂടാരത്തിൽ ഏറ്റുപറയുന്നത്. അത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ വിശ്വസ്തതയിലാണ് അമ്മ മാതാവിനോട് നമ്മുടെ അവസ്ഥകളെ സമർപ്പിക്കുന്നതെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമുക്ക് നന്മയായിട്ടുള്ളത് നൽകുവാൻ അമ്മ മാതാവ് എപ്പോഴും സഹായിക്കും. കാരണം OPയിൽ അങ്ങനെ ഒരു രോഗി വരിക, വേഗത്തിൽ അതിൻ്റെ ഇൻഫർമേഷൻ മകൾക്ക് കിട്ടുക, ആ തിരഞ്ഞു പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുചെല്ലുന്ന രോഗിയെ പെട്ടെന്ന് മാറ്റി അടുത്ത ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് വെച്ച് ചുരുക്കം സമയത്തിൽ ആ പരീക്ഷ പൂർത്തീകരിച്ചുകൊണ്ട് മാതാവിന് നന്ദി പറഞ്ഞ് മികച്ച വിജയത്തോടുകൂടി ആ പ്രോസസ്സ് മുഴുവനും പൂർത്തീകരിക്കുവാൻ സഹായിക്കുക. മകളതിന് പറഞ്ഞ ഒരു കാര്യം, ആദ്യം ഉടമ്പടി എടുത്തിരുന്ന നാളുകളിൽ, അമ്മയോടൊപ്പം ഉടമ്പടിയിൽ ജീവിച്ച നാളുകളിൽ പത്രം കൊടുക്കാൻ വളരെ മടിയായിരുന്നു. അത് ബുദ്ധിമുട്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അത് ചോദിച്ചു, എന്താ ബുദ്ധിമുട്ട്? അത് ഡോക്ടറൊക്കെ അല്ലേ, മറ്റുള്ളവരെന്ത് പറയും? അതുകൊണ്ട് സ്റ്റാറ്റസ് കണ്ടുകൊണ്ട് ഇത് കൊടുക്കാനുള്ളൊരു വൈമുഖ്യത്തോടു കൂടി മടിച്ചും പാത്തും അമ്മയെ കൊണ്ട് കൊടുപ്പിച്ചുമൊക്കെ ഇങ്ങനെ പോവുകയായിരുന്നു.
പിന്നീട് സ്വന്തമായി കൊടുക്കാൻ തീരുമാനിച്ചു. അതാദ്യം ഇങ്ങനെ മാതാവ് തന്നെ കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് നടന്നത്. പിന്നീട് യാതൊരു മടിയില്ലാതെ ചളിപ്പില്ലാതെ അങ്ങനെ കൃപാസനം പത്രം അതൊരു സുവിശേഷ പ്രവർത്തനമായി കണ്ട് കൊടുത്തു തുടങ്ങിയപ്പോൾ മുതൽ ഓരോ കാര്യവും അമ്മ മാതാവ് വേഗത്തിൽ മകൾക്ക് അനുകൂലമാക്കി കൊടുത്തു. പരീക്ഷ എഴുതുമ്പോഴും ഏതോ വിജയിച്ചു പോരണം, അത് വലിയ തട്ടുകേടില്ലാതെ റിയൊന്നുമില്ലാതെ സപ്ലി ഇല്ലാതെ ഒന്ന് ജയിച്ചു പോരണമെന്നാണ് ആഗ്രഹിച്ച് പരീക്ഷ എഴുതിയത്. നമ്മളെക്കുറിച്ച് നല്ല പദ്ധതി എപ്പോഴുമുള്ള പൊന്നു തമ്പുരാൻ മകൾക്ക് അനുവദിച്ചു കൊടുത്തത് 3ാമത്തെ റാങ്കാണ്. അതാണ് മകൾ പറഞ്ഞത്. റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി തൻ്റെ ആ പഠനവും പരീക്ഷകളും ഒക്കെ മാറുമെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചെറിയ നന്മ പ്രവൃത്തികൾ അമ്മ മാതാവ് വലിയ അനുഗ്രഹത്തിന് നമ്മളെ ഒരുക്കുന്ന വഴികളാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിനർത്ഥം മകൾ പറയുന്നുണ്ട്, ഇന്നും ഉടമ്പടിയിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നു, അത് നിത്യതയിലേക്ക് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഉള്ളിൽ സന്തോഷവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരം പിടിച്ച് ഈ ലോക ജീവിതത്തിൽ കുറേ കൂടി നന്മയുള്ള വ്യക്തികളായി ലോകത്തിൻ്റെ പ്രകാശമായി ശോഭിക്കുക എന്ന് തന്നെയാണ്. ഉടമ്പടി ജീവിതം നമ്മുടെ കാമ്പുള്ളൊരു ജീവിതമായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം ദൈവത്തിൽ പ്രത്യാശയർപ്പിക്കുന്നൊരു ജീവിതമായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം പ്രതിസന്ധികളെ ദൈവശരണത്തോടുകൂടി തരണം ചെയ്യുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഉടമ്പടിയിലായിരിക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി അമ്മ മാതാവ് നമ്മളെ ഓരോരുത്തരെയും മാറ്റിക്കൊണ്ടിരിക്കും. അമ്മയുടെ സംരക്ഷണയിൽ ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.